ഫോണിൽ വല്ല റെക്കോർഡ് ചെയ്താൽ പോരായിരുന്നു. ഓക്കെ, ഹായ് ഗായ്സ്, വെൽക്കം ടു കാലിക്കീഷാസ് ഫസ്റ്റ് ലെറ്റ്സ് ഈറ്റ് സിനിമ പോഡ്കാസ്റ്റ്. ലെറ്റ്സ് ഈറ്റ് അല്ല, ലെറ്റ്സ് ടാക്ക്. Yeah, let's talk about cinemas. My name is Jeevan. അമർ നിതിൻ. Okay, so നമ്മളെ കാലിക്കീശ്വർ ആദ്യത്തെ ലോങ് വീഡിയോ ആണിത്. നമ്മളിന്ന് വേറെ സംസാരിക്കാൻ പോണത് വേറെ ഒന്നുമില്ല. നമ്മൾ ഇതിൽ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സിനിമ കാണുന്നു, അതിൽ നമുക്ക് എന്തൊക്കെ തോന്നുന്നുള്ള കാര്യങ്ങൾ സംസാരിക്കും. അതാണ് ലെറ്റ്സ് ടാക്ക് അബൌട്ട് സിനിമ എന്ന് പറഞ്ഞാൽ ഈ ഒരു സെഗ്മെന്റിൽ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നു. അതെ അതെ. ഓക്കെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന സിനിമ ജിത്തു അഷ്റഫ് സംവിധാനം ചെയ്ത ആദ്യത്തെ സിനിമയായ ഓഫീസർ. അതിനും കൂടെ പറയട്ടെ. ഞാൻ പറയാ ഞാൻ കൂട്ടത്തിൽ ബുദ്ധി ചെയ്യാം, അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് മാത്രം സംസാരിക്കും. എന്താ പറയുക, ഓഫീസേഴ്സ് ഓൺ ഡ്യൂട്ടിയെ കുറിച്ച് പറ. ഓഫീസേഴ്സ് ഡ്യൂട്ടി ഇപ്പോൾ തിയേറ്ററിനുള്ളിൽ എല്ലാത്തിലും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അതിനെപ്പറ്റിയാണ് സംസാരിക്കുന്നത്. ജീവൻ അതിനെപ്പറ്റി സംസാരിച്ചു തുടങ്ങും. ഇപ്പം മറ്റേ വീഡിയോ എടുത്ത് കൊടുക്കൂലേ, ഇന്ന് നമ്മുടെ ഷോ കളിക്കാൻ നിങ്ങൾക്ക് നെഞ്ചും പിരിച്ച് നമ്മുടെ ഷോ ഇപ്പൊ 4 എടുത്ത് കളിക്കുന്നുണ്ട്. എല്ലാവരും വന്ന് നോർമലാവും, നമ്മുടെ ഇടയിലും സംസാരിക്കുക അതുപോലെ. അതെ അതെ, അത് ശരിയാണ്. ഓഫീസേഴ്സ് ഓൺ ഡ്യൂട്ടി കുഞ്ചാക്കോ ബോബന്റെ നല്ല കിടിലൻ പെർഫോമൻസ് ഉള്ള ഒരു പടം. ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ജിത്തു അഷ്റഫ്. പുള്ളി മറ്റേ ഈ നായാട്ടിലെ പടത്തിലൊക്കെ മറ്റേ പോലീസ് സ്റ്റേഷൻ ചെയ്തിട്ടുണ്ട്, നീ ശ്രദ്ധിച്ചിട്ടുണ്ട്? നായാട്ടിൽ ചെയ്തിട്ടുണ്ട്, ഡിറ്റെയിൽ ചെയ്തിട്ടുണ്ട്. ഇരട്ടയിലാണല്ലേ പുള്ളി? എന്തായാലും പോലീസാണ്, പോലീസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ പരിപാടിയാണ്. എടുത്തു പറയേണ്ടത് പെർഫോമൻസാണ് ഈ പടത്തിൻ്റെ മെയിൻ ഒരു ഓർമ്മയുണ്ടെങ്കിൽ. ബാക്കിയൊന്നും കൊള്ളത്തില്ല എന്നല്ല, പക്ഷേ എനിക്കിതിൽ പെർഫോമൻസ് ആണ് കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് തോന്നുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടത് ഡയറക്ഷൻ സൈഡാണ്. അങ്ങനല്ല ഞാൻ ഉദ്ദേശിച്ചല്ല. ഇപ്പം പുള്ളി ഒരു ഇതിന്റെ കഥ എന്തോന്നാണ്, റിവെഞ്ച് പ്ലസ് ഇൻവെസ്റ്റിഗേഷൻ. പിന്നെ ഫസ്റ്റ് സീൻ ഉണ്ടല്ലോ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫസ്റ്റ് സീനാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ക്യാമറ ഇങ്ങനെ വരുന്നു, എന്നിട്ട് പുള്ളിയുടെ ഒരു സൂയിസൈഡ് പരിപാടി, സിംഗിൾ ഷോട്ട് പരിപാടി. ഇതാൻ്റെ ഡയറക്ടർ തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത്. എനിക്കിപ്പോഴും ചോദ്യം എങ്ങനെ എടുത്തു, റോപ്പ് ഇട്ട് എങ്ങനെ എടുക്കാൻ പറ്റുമോ? സിംഗിൾ ഷോട്ടല്ലേ, മാച്ച് ചെയ്തിപ്പിച്ച് തന്നെ എടുക്കുന്നത്. അപ്പോൾ അതിലാണ് ഞാൻ ഡയറക്ടറിനെ അംഗീകരിച്ചത്. ഫസ്റ്റ് സീനിന് ആ സംഭവത്തിന് തന്നെ ഭീകരത സൃഷ്ടിച്ചിട്ടുണ്ട്. ഇങ്ങനെ പോകുന്നു നൈസായിട്ട് ഇവിടെ തിരിക്കുമ്പോൾ അവിടെ മരത്തിരിക്കുന്നു, ഭീകരത, ആ ഒരു അങ്ങനെ പേടിപ്പിച്ചിരുത്താൻ പറ്റണം അതുപോലുള്ള പരിപാടി. എല്ലാം കൂടെ വന്നിട്ട് നമ്മൾ ഇങ്ങനെ അങ്ങ് നിൽക്കും. പിന്നെ അത് എൻഗേജിങ് ആണ്, ഫുൾ ബോറില്ല. അതെന്തെന്നറിയാമോ, ഫസ്റ്റ് സീൻ വെച്ചിട്ട് കുഞ്ചാക്കോ ബോബൻ വരും, കഥയിലൊരുത്ത് ഇന്നായി പുള്ളി വരുന്ന്, മറ്റേ അവിടെ ഒരു കേസ് നടക്കുന്നു, അതിൻ്റെ തൊട്ടടുത്തതിന് വേറൊരു കേസ് വരുന്നു. നമ്മൾ സാധാരണ പടത്തിലൊക്കെ ആണെങ്കിൽ അവിടെ വന്ന് ഇനി നായകൻ്റെ കുടുംബം കാണിക്കണം, കുടുംബത്തിൻ്റെ ബന്ധം കാണിക്കണം, 4-5 പാട്ട് പോകണം, ഇങ്ങനത്തെ ഒരു നോർമൽ പരിപാടിയുണ്ട്. എന്നിട്ട് അങ്ങനെയൊക്കെ സമയമുണ്ടെങ്കിൽ കേസ് അന്വേഷിക്കാൻ വേണ്ടി ഒരു 45 മിനിറ്റിന് ശേഷം പോകും. ഇത് വന്ന് സംഭവം വന്ന് അടുത്ത കേസ് വന്നു. അല്ല, നീ ഏത് പടത്തിനാ അങ്ങനെ ഉദ്ദേശിച്ചത്? അങ്ങനൊന്നും പറയാൻ പാടില്ല. അങ്ങനെ വേറെ കുറെ പടങ്ങളൊക്കെ ഉണ്ടോ? ചില പടങ്ങളുടെ ഒക്കെ റിവ്യൂ തുടക്കം നല്ല ഇൻവെസ്റ്റിഗേഷൻ മൂഡിൽ പോയി, സെക്കൻഡ് ഹാഫ് അത് കൊള്ളൂലെന്നല്ല പറയണത്. ഉദാഹരണം ഞാൻ ഉദ്ദേശിച്ചത് കൊള്ളൂലെന്നല്ല എന്ന് വെച്ചാൽ ഇതില് അങ്ങനെ ഇന്നാക്കി പെട്ടെന്ന് എന്നെ കൊണ്ടിട്ട് കുറച്ച് വലിപ്പിക്കാതെ അത് കൊള്ളാമെന്നാണ്. അതവിടെ നടക്കുന്നുണ്ട്, ഫാമിലിയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ അതൊന്നും അധികം വലിയ രീതിയിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. പിന്നെ ഞാൻ വേറെ ഞാൻ ഒരു ഇൻട്രോ ലാബ് ഞാൻ ഉദ്ദേശിച്ചു, ഇൻട്രോ ലാമ്പേ വില്ലന്മാരെ എന്നെ കൊണ്ടുവരും. അതേപോലെ പക്ഷെ വില്ലന്മാരെ കൊണ്ടുവന്നിട്ട് ആ മൂഡ് സൃഷ്ടിക്കുക പറ്റില്ലേ. അതായത് മറ്റൊരു പ്രാർത്ഥന അവിടെ കൊണ്ട് ഇനി പറഞ്ഞ സ്പോയിലർ പറയാൻ പറ്റില്ല, ആ മൂഡ് അവർ സൃഷ്ടിക്കാൻ പറ്റും. ഇഷ്ടത്തിൻ്റെ കണ്ണാടി വെച്ചിരിക്കുക കാര്യം പറയാം. അല്ല, ആസ് പെർ ട്രെയിലേഴ്സ് ആൻഡ് പ്രൊമോസിലൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി ഇവരാണ് വില്ലൻ ഗ്യാങ് കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് അവരുടെ ആ ഒരു വരവ് വന്നപ്പോഴൊന്നും എനിക്ക് എന്താണ് ഒരു വാവ് ഫീൽ കിട്ടിയിട്ടില്ല. സത്യം പറഞ്ഞില്ല, ട്രെയിലറിൽ എനിക്കും വലിയ ഇത് തോന്നിയില്ല. പക്ഷെ പടം പൊളിയാണ്. അത് നല്ല തീരുമാനം. സത്യം പറയാം, ഞാൻ കുറേ കാലം കൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ചില അന്ന് ട്രെയിലർ കാണിച്ച് എന്നിട്ട് നമ്മൾ ഹൈപ്പ് ചെയ്യാൻ ആരാണ് തുപ്പി കാണിക്കാൻ പറ്റുക?
ഞാൻ 1000 വെച്ച് കൊടുത്തില്ലേ. പിന്നെ ഇതിൽ ഡ്രോബാക്സ് അല്ല, പക്ഷെ എന്നാലും ഇതിൽ പ്രതീക്ഷ പോയിട്ട് കിട്ടാത്തൊരു ഐറ്റം ഉണ്ട്. Music അല്ലേ? Yes, of course. ബാക്കിയുള്ള എല്ലാ പടത്തിലൊക്കെ ജെക്സ് ബിജെ ആണ് മ്യൂസിക് ചെയ്തെങ്കിൽ ഏതെങ്കിലും ഒരു ബിജെ നമ്മൾ പുറത്ത് വെച്ചിരിക്കും, അല്ലെങ്കിൽ പാട്ടുകളെല്ലാം അതൊക്കെ ബ്ലെൻഡായി അങ്ങ് പോകും. എസ്പെഷ്യലി നിയോൺ റൈഡ് സോങ് അത് പറയണം, അതെടുത്ത് പറയേണ്ടതാണ്. ഞാനാണ് പറയേണ്ടത്, കാരണം ഞാൻ 3-4 പ്രാവശ്യം ട്രാക്ക് കേൾക്കാറുണ്ട്. അതൊരു വ്യത്യസ്തമായൊരു സംഭവമാണ്. പെട്ടെന്ന് ആ ട്രാക്ക് കഴിഞ്ഞിട്ട് നേരെ ബാംഗ്ലൂർ സിറ്റിയിലേക്കൊക്കെ പോകുന്നതും ഇവരൊരു, അതായത് നമ്മൾ കണ്ണൂർ സ്കോഡിൽ ഒരു ട്രാവൽ ഉണ്ടല്ലേ, അതിൻ്റെ ഒരു എക്സ്ട്രീം ഓപ്പോസിറ്റ് വെർഷനാണ് ഇത് പിടിച്ച് വെച്ചേക്കുന്നത്. അതെന്താണെന്നറിയാമോ? എന്താ? കണ്ണൂർ സ്കോളിലെ ഡയറക്ടറാണ് ഇതിന്റെ ക്യാമറാമാൻ. അതും കൂടെ പറയണം. അത് പറ. അത് പറയാന്ന് മാത്രമല്ല, കണ്ണൂർ സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒട്ടുമിക്ക ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇതിൽ ടെക്നിക്കൽ സൈഡ് കിട്ടിയിട്ടുണ്ട്. ചമൻ ചാക്കോ എഡിറ്റിംഗ്, പിന്നെ റോബി ഡേവിഡ് രാജിന്റെ സിനിമാറ്റോഗ്രാഫി, മ്യൂസിക് ഡയറക്ടർ ജെക്സ് ബിജോയ്. പിന്നെ ഞാൻ ജിത്തു അഷഫ്, പുള്ളി ആദ്യ പടമല്ലേ, വേറെ പടം ചെയ്തിട്ടുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. വേറെ പടം ചെയ്തു പുള്ളി. ബ്രഹ്മല്ലേ പൃഥ്വിരാജിന്റെ, അതിൽ സെക്കൻഡ് യൂണിറ്റ് ഡയറക്ടറായിരുന്നു. അസിസ്റ്റന്റ് ബ്രഹ്മ മറ്റേ അന്താധുനന്റെ പുള്ളി കൊള്ളാം, നല്ല പരിപാടിയാണ്. ഏതൊരു ഇന്റർവ്യൂവിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, പുള്ളി ഈ ഡയറക്ടേഴ്സ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു റീടേക്ക് പോകേണ്ട കേസാണെങ്കിൽ പൊട്ടിത്തെറിക്കത്തില്ല, മാറ്റി വിളിച്ച് ഒറ്റയ്ക്ക് എടുത്തിട്ട് എടാ ഇങ്ങനെയൊക്കെയാണ് സമ്മാനിപ്പിച്ച് പറഞ്ഞ് തിരിച്ചു കൊണ്ടുവന്നിട്ട് അത് ചെയ്യും. പക്ഷെ പുള്ളിയുടെ പെർഫോമൻസും ഡയറക്ഷനും ഒക്കെ കാണുമ്പോഴത്തേക്ക് പുള്ളി അത്രയ്ക്ക് ഒരു സിമ്പിൾ മനുഷ്യനാണെന്ന് നമുക്ക് തോന്നുന്നില്ല. ഇതിൽ ഞാൻ പറയണത് ഈ പുള്ളിയുടെ വേറൊരു പരിപാടിയുണ്ട്, റിവെഞ്ചിന്. ഈ പുള്ളി തുടക്കത്തിലൊരു സീൻ ഉണ്ട് ഓർമ്മയുണ്ട്, ഈ പുള്ളിയെ കാണിക്കണത്. അതായത് ഫ്ലാഷ് ബാക്ക് പറയാൻ നേരത്ത് ഒരു ചായക്കടയിനകത്ത് ഇനി ഇറങ്ങി വരും. ഞാൻ പറയണില്ല, മനസ്സിലായ? ഓ എന്തോ മനസ്സിലായ? ആ നേരത്ത് ഞാൻ വിചാരിച്ചു അയ്യോ, എന്നിട്ട് ഞാൻ വിചാരിച്ചു ഓക്കെ ഇവളൊക്കെ നല്ല മനുഷ്യനായിരിക്കും, നമുക്ക് വെറുതെ തോന്നിയതായിരിക്കും, അത് ഞാനങ്ങനെ തോന്നിയതാവും. പിന്നെ എല്ലാം വെച്ചിട്ട് കണക്ട് ചെയ്യാൻ വേണം, അത് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. സ്പോയിലറാ, അതുകൊണ്ട് പറയണ്ട. ഓഫീസേഴ്സ് ഓൺ ഡ്യൂട്ടി ഇന്ന് സ്പോയിലർ പറഞ്ഞാലേ എനിക്ക് ആ സീൻ കണ്ടിട്ട് പിന്നെ ഞാനിടെ അത് ചിലപ്പോൾ നോർമലായിരിക്കാം, പുള്ളി അത് ഉദ്ദേശിച്ചാണല്ലോ. പക്ഷെ ഞാൻ ഇത്രയും കണ്ടതിന് ശേഷം ബാക്കിയെല്ലാം പുള്ളിയുടെ ഒരു ക്രൂവൽ സാധനമൊക്കെ കണ്ടതിന് ശേഷം ആലോചിച്ച് നോക്കുമ്പോൾ അപ്പൊ അതിന് പോലും മടിക്കൂല ചിലപ്പോ, മനസ്സിലായി? അതായത് ആ ബസ്സിലെ സീനൊക്കെ ആളെ ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിലാണ് കാണിക്കുക. അപ്പൊ നമ്മൾ വിചാരിക്കും അങ്ങനെ ഉണ്ടാവില്ല. അത് കഴിഞ്ഞിട്ടുള്ള സീൻ വരുമ്പോൾ ഇയാൾ കയറി അടിമറ്റി സാധനം വലിച്ചിടുന്ന ശേഷമുള്ള പരിപാടിയില്ലേ, ആ നേരത്തിന് കണക്ട് ആക്കുമ്പോൾ ഇത്രയും ക്രൂവൽ ചെയ്യണമെങ്കിൽ അയാൾ അതും ചെയ്യും. പക്ഷെ അതിന് അങ്ങനെ ഉദ്ദേശിച്ചതാണ് എന്താ എന്തോ എനിക്ക് അങ്ങനെ തോന്നി. നിനക്കും തോന്നി? എനിക്ക് തോന്നി. ഇനി മൊഴി അത് ആ സീനിൽ അങ്ങനെ തോന്നാൻ കാരണം ഉണ്ടായ ഒരു ക്യാരക്ടർ ഉണ്ട്. ആ ക്യാരക്ടറിന്റെ മുഖത്ത് യാതൊരു വിധ എക്സ്പ്രഷനും ഞാൻ കണ്ടില്ലായിരുന്നു. അപ്പൊ എനിക്ക് ആ സീൻ ഇതുമായിട്ട് അങ്ങനെ കണക്ട് ചെയ്യാൻ തോന്നി. ആ ക്യാരക്ടർ എല്ലാത്തിനും കണ്ണടക്കുന്ന ഒരു ക്യാരക്ടറാണ്. അതുകൊണ്ടായിരിക്കും ആദ്യമേ അവര് പറയാത്ത കാര്യം, ഇതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. പുള്ളി കണ്ടില്ലേ മാറുന്നു. ആ ഒരു ക്യാരക്ടർ കുഞ്ചാക്കോ എന്താ പറയാ ആളുടെ അടുത്ത് ചെല്ലുമ്പോഴാണെന്ന് അങ്ങനെയാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് കുഞ്ചാക്കോ ബോബൻ എന്തിനാണ് വന്നതെന്ന് പറയുമ്പോഴാണ് ആൾ സത്യം പറയണത്. ആ ക്യാരക്ടറിനെ അങ്ങനെ വിശ്വസിക്കാൻ പറ്റിയൊരു ക്യാരക്ടറല്ല, അതുകൊണ്ടായിരിക്കും ആ ക്യാരക്ടർ ആ സമയത്ത് മിണ്ടാണ്ടുന്നത്. മനസ്സിലായി? അതും ശരിയാണ്. പിന്നെ കുഞ്ചാക്കോ ബോബന്റെ പെർഫോമൻസ് ഇല്ലേ, പുള്ളി മാരകം തന്നെ, മാരകം. ഇയാൾക്കൊരു ക്രൂരന്റെ ഫേസും ഉണ്ട്, അതേപോലെ തന്നെ ചില സമയം ഭയങ്കര നിഷ്കളങ്കന്റെ ഫേസും ഉണ്ട്. ഒരു അടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അടിക്കണത് ഒരു പഞ്ചിലാണ് അടിക്കുന്നത്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓരോ അടിക്കണത് ഓരോ പോലീസുകാർ അടിക്കണമല്ല. ആ ഫസ്റ്റ് ആ സ്ത്രീയെ പിടിച്ചെടുത്ത് കുനിച്ചെടുത്ത് ഇടിക്കാൻ വന്ന് തന്നെ നമുക്ക് ഒരുമാതിരി തോന്നും. അതേ പവർ ആ ക്യാരക്ടറിന് ഉണ്ടെന്ന് മനസ്സിലാക്കി. കുഞ്ചാക്കോ അടിക്കണ നമുക്ക് തോന്നൂല തോൽക്കാൻ ചാൻസ് ഉണ്ട് എന്നൊരു ഇത്. കുഞ്ചാക്കോവിനെ കണ്ടാൽ തന്നെ നമുക്കൊരു ആശ്വാസമാണ്. സത്യം പറയാലോ, കുഞ്ചാക്കോവിന്റെ ഫിലിമോഗ്രാഫി എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും സ്വാഗ് തോന്നിയ ഒരു കഥാപാത്രം, ഒരു പെർഫോമൻസ് ഇതിലായിരുന്നു.
ഒരു ഹീറോ പുള്ളി അവിടെ വരണം എന്ന് നമ്മൾ തോന്നിക്കുന്നത് പോലെ ചില സിറ്റുവേഷൻസ് വന്നു പോയി. പുള്ളി ഇവർക്ക് അടിക്കാൻ തോർപ്പിക്കാൻ പറ്റൂല നമുക്കറിയാം, മനസ്സിലായോ? പക്ഷെ എന്നിട്ടും പുള്ളിയെ തളർത്തണമെങ്കിൽ അത് വില്ലന്മാരെ കഴിവ്, മനസ്സിലായോ? ആ പുള്ളി അവരവിടെ എടുത്തിട്ട് അടിച്ച പുള്ളി അവശനാക്കി, അത് വില്ലന്മാരെ കഴിവ്. അത് ഒറ്റയ്ക്കല്ല, കൂട്ടത്തോടെ വന്ന് മറ്റേ എനിക്ക് തോന്നുന്നു ഹൈനാസിനെയാണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു, മനസ്സിലായോ? കൂട്ടത്തോടെ വന്നിട്ട് അറ്റാക്ക് ചെയ്യണത്. ഇയാളൊരു സിംഹവും മറ്റേ വിശാഖ് നായരൻ ടീംസ് ഫുള്ള് ഹൈനാസും, ഇയാളെ ഒറ്റയ്ക്കിട്ട് അറ്റാക്ക് ചെയ്യണം. മനസ്സിലായില്ലേ? പുള്ളിയിലെ വീക്ക് പോയിന്റ് വെച്ച് അടിച്ചതിന് ശേഷം ആരെങ്കിലും പറയണ മുറിവേറ്റ സിംഹം. അതുകൊണ്ടാണ് പുള്ളിയുടെ ഒരു ഗർജന പോലും ശ്വാസം പോലും ഗർജനമായിട്ടാണ് അവിടെ ഫീൽ ചെയ്യുന്നത്. ഇല്ല, ചില സമയം മേക്കപ്പ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഭയങ്കരമായിട്ട് ടാൻ അടിച്ച് കുഞ്ചാക്കോവന് കറുത്ത പോലെ തോന്നും, ചില സമയം കുറച്ചും കൂടെ വെളുത്ത തോന്നിക്കാൻ വേണ്ടിയിട്ട് കുറച്ച്. ഇനി അത് ഒന്നും കൂടെ കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാവും. ചിലപ്പം അയാൾ പ്രസന്റിൽ ജീവിക്കാൻ നേരത്ത് കേസ് അന്വേഷിക്കാനകത്ത് ഓരോ ദിവസം കഴിയുന്ന അയാളെ ക്ഷീണം വരണതായിരിക്കും. അവസാനമൊക്കെ എത്തുമ്പോൾ പുള്ളി ഭയങ്കരമായിട്ട് ടയേർഡായി. അത് മേക്കപ്പ് തന്നെ അത് തന്നെ. പിന്നെ മറ്റേ കയ്യടിയുടെ സൗണ്ട് ഇടുന്നു. ക്യാരക്ടേഴ്സ് എല്ലാം ഒരു ഇതല്ല, ആൾക്കാർ അടിപൊളി. വില്ലന്മാരുടെ ടീം അടിപൊളി. അപ്പൊ തന്നെ ഇൻസ്റ്റാഗ്രാം ഐഡി കണ്ടുപിടിച്ചു അലേവാരി നിലത്തടിക്കാൻ തോന്നുന്ന രീതിയിലുള്ള പെർഫോമൻസ് മോശമൊന്നല്ല ചെയ്ത് വെച്ചേക്കുന്നത്. ഈ നായാട്ടിലെ അവസാനം ഒരു പോലീസുകാരൻ വരുമല്ലോ, ഈ എന്തോന്ന് കുഞ്ചാക്കോവിന്റെ അടുത്ത് നിമിഷ വിജയന്റെ അടുത്ത് പറയുമല്ല, നിങ്ങൾ അയാൾക്ക് എതിരെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നമ്മൾ വെറുതെ വിടാന്നൊക്കെ ഒരാൾ നെഗോഷിയേറ്റ് ചെയ്യൂലേ, അയാളെ മോനാണ് ആ പൊക്കമുള്ള ചെറുക്കൻ കറുത്തിട്ട്. ആ വില്ലൻ ഗ്യാങ്ങിൽ ഒരുത്തണ്ടല്ലോ അവൻ ഒന്നും സംസാരിക്കാതെ എപ്പോഴും നിൽക്കണ തമിഴനല്ല മറ്റേ വില്ലൻ ഗ്യാങ് അല്ല. അവൻ ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകും. ബാക്കി എല്ലാവരും അതിലുണ്ട്. മറ്റേ തമിഴ് എന്നുള്ള രീതി എടുക്കാൻ 2 പെണ്ണുങ്ങളുണ്ട്, അത് ഓർക്കാം. പിന്നെ വൈശാഖ നായരനെ ഓർക്കാം. അത് കഴിഞ്ഞിട്ട് ഇവൻ ഇങ്ങനെ ഒരുത്തം ഉണ്ടായിരുന്നില്ല. ഇവ ഇടയ്ക്ക് ഇടിക്കാൻ കയറുമ്പോഴോ അല്ലെങ്കിൽ വണ്ടിയിൽ ഇവൻ്റെ ഒരു ക്ലോസ് വെക്കുമ്പോഴേക്കും അറിയത്തുള്ളൂ. കുഴപ്പമില്ല ബ്രോ, കയറി വാ, നമ്മളൊക്കെ ഉണ്ട്, സപ്പോർട്ടുണ്ട്, കയറി വാ, അടുത്ത പടത്തെ പിടിക്കേ. അനാവശ്യമായി മോട്ടിവേഷൻ കൊടുത്ത്. അതല്ല, ജീവൻ പറയും ബ്രോ ഞാനൊരു പടം ചെയ്യുന്നുണ്ട്, നിങ്ങൾ അതിന് 5000 പടം എല്ലാ പടവും ഡിസൈൻ ചെയ്തിട്ട് വരും. അങ്ങനെയൊക്കെയാണ് ഈ ആലിൻ ജോസ് പെരേരനെയും ആറാട്ടനെയൊക്കെ വളർത്തുന്നത്. അപ്പോൾ നമ്മൾ ഓഫീസേഴ്സ് ഡ്യൂട്ടിയിലോട്ട് വരുക. ഇനി എന്തോന്ന് പറയാണ്ട്? ഇതിലെ പോലീസുകാരെയൊക്കെ കണ്ടിട്ടുണ്ടോ? എല്ലാവരും പോലീസുകാരായിട്ടേ തോന്നും. ആ ശ്രീകാന്ത് പോലുള്ള ഒരു സീനിലുണ്ടായിരുന്നുള്ളൂ അല്ലേ, അതിനുശേഷം പുള്ളി വേറെ സീനില്ലായിരുന്നല്ലേ. തുടക്കത്തിലൊരു പോലീസുകാരൻ വരൂലടാ, വിളിച്ചു പറയും ഞാൻ മറ്റേ എന്തോന്ന് ആള് വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സീനിലുണ്ടായിരുന്നു. അങ്ങനെ കൂട്ടുകാരനായിട്ട് അഭിനയിച്ച ആ പുള്ളിയും കൊള്ളാം അല്ലേ. എനിക്ക് അതിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സീനുണ്ട് കേട്ടോ. ഇവൻ മറ്റേ വിളിച്ചോണ്ടിരിക്കും, എന്തോന്ന് മറ്റേ ഇത് ഡെൽറ്റ വിളിക്കുന്നുണ്ടെന്ന് പറയും, ഓടി വന്ന് ഫോൺ എടുത്തിട്ട് എടാ നീ എന്തിനാ വിളിക്കണമെന്ന് എനിക്കറിയാം, നീ മറ്റേ എൻ്റെ പണി നീ ഉണ്ടാക്കുന്ന സീനുണ്ട്. അല്ല ഇതൊക്കെ തുടക്കത്തിലുള്ളതല്ലേ, നമ്മൾ സ്പോയിലർ ഒന്ന് പറഞ്ഞല്ലോ, നമ്മൾ വേണമെങ്കിൽ ചിഹ്നം കൊടുക്കും, സ്പോയിലർ അലർട്ട് ന്യൂട്ടിയാളെ ചിഹ്നം കൊടുക്കാം. അതൊക്കെ കാണിക്കാനുള്ള എഡിറ്റേഴ്സ് ഉണ്ടോ? എന്തോന്ന് അതൊക്കെ എഡിറ്റ് നമ്മളെ എഡിറ്ററല്ലേ ഇത്. ആ ക്യാമറ ഇവിടെ ഓണാണോ ഓഫാണോ എന്ന് ആർക്കറിയാം. എടാ പോയി നോക്കണം, ഇവര് മ്യൂട്ടിന്റെ ചിഹ്നമൊക്കെ അറിയോ? എനിക്ക് കട്ടിയാ അല്ലേ, നീ പോയിട്ടോ, നീ പോയിട്ട് നോക്കിട്ടോ. ഓട് 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 ഓടാ. ആ ആവുന്നുണ്ട്. റെക്കോർഡിങ് പിതുക്കിയിട്ടുണ്ടോ? റെക്കോർഡിങ് പിതുക്കിയിട്ടുണ്ടോ? പ്രസ് ചെയ്തിട്ടുണ്ടോ? എത്ര മിനിറ്റ് ആയി? ഇനി ഒരു 2 മിനിറ്റ് കൊണ്ട് നമ്മൾ പരിപാടികൾ അവസാനിപ്പിക്കുന്നതാണ് ഗൈസ്. അപ്പോൾ നമ്മൾ എന്താന്ന് പറഞ്ഞു വന്ന് ഓഫീസേഴ്സും ഡ്യൂട്ടി. ഇതിൽ അഡീഷണൽ ആയിട്ട് എനിക്ക് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? തനിക്കതേ പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. വെയിറ്റിംഗ് ഫോർ ജിത്തു അഷ്റഫ്സ് നെക്സ്റ്റ് പ്രോജക്റ്റ്. എനിക്കും
പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഞാൻ പിന്നെ ലാസ്റ്റ് ഒരു സാധനം വിചാരിച്ചേട്ടാ ക്ലൈമാക്സിൽ ഇനി ഇവര് സ്പോയിലറാണ് ജയിലിൽ നിന്ന് ഇറങ്ങിയല്ല, ഞാൻ വിചാരിച്ചോ സെക്കൻഡ് പാർട്ട്. ഇപ്പൊ അതാണല്ലോ ട്രെൻഡ്, സെക്കൻഡ് പാർട്ട്. ഇതും സെക്കൻഡ് പാർട്ട്. ഇതെന്തുവാണ് ഇവിടെ സെക്കൻഡ് പാർട്ടിന് വേറെ പണിയില്ലേ? എല്ലാവർക്കും തൊട്ടാലും വിളിച്ചാൽ സെക്കൻഡ് പാർട്ട്. നമുക്ക് അതിനു വേണ്ടി വേറൊരു വീഡിയോ എടുക്കാം. സെക്കൻഡ് പാർട്ടുകൾ അനൗൺസ്മെന്റ് ചെയ്ത സിനിമകൾ ഒരു 10 മിനിറ്റ് പോകും. എടാ വേറെന്തോ കഴിഞ്ഞു, എത്ര പടം കഴിഞ്ഞു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആദ്യ വീഡിയോ ആയ CVP 5 പിന്നെ അതായത് അഞ്ചക്കള്ളക്കൊക്കെ അങ്ങനത്തെ സിനിമകളിലെല്ലാം റിവ്യൂ ചാനലുണ്ട്, അതിൽ കയറി കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആരെങ്കിലൊക്കെ ചാനൽ നമ്മൾ ആദ്യ വീഡിയോ. ഓക്കെ ബൈ. ബൈ. Hello, officer.